എൻ്റെ പേര് പി.ഡി. ദത്തൻ. 16-ാമത്തെ വയസ്സിലാണ് ഞാൻ ചിത്രരചന ആരംഭിക്കുന്നത്. അതുവരെ ഞാൻ ഒന്നും വരച്ചിട്ടില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ തോന്നി, എങ്ങനെ ചിത്രകല പഠിക്കണമെന്നൊക്കെ മനസ്സിൽ കടന്നു വന്നതിനൊരു വിചിത്രമായ ഒരു വികാരം. അതെവിടെ നിന്ന് വന്നോ എന്ത് വന്നോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഈ വരയ്ക്കുന്നതിൽ പ്രതിഭയോ ജന്മസിദ്ധമായ വാസനയോ ഒന്നും ഇല്ല, വരച്ചിട്ടേ ഇല്ല. അപ്പം ഞാനിത് അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നിനക്ക് അതിനൊന്നും ഒരു കഴിവുമില്ല, ഇത്രയും കാലത്ത് ഈ ഒരു വര പോലും വരയ്ക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, അതിന് പ്രതിഭ വേണം, ജന്മസിദ്ധമായ വാസന വേണം, അതൊന്നും നിനക്കില്ല, അതുകൊണ്ട് നീ പഠിക്കുക, ഇതിനെക്കുറിച്ച് സംസാരിക്കുകയേ വേണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. പക്ഷേ ഞാൻ വിട്ടില്ല. ഞാൻ വീണ്ടും എനിക്ക് ഇങ്ങനെ കിടന്ന് തികച്ച് വരിക. അപ്പോൾ ഞാൻ പറഞ്ഞ് അവസാനം ഒരു വിചാരിച്ചു, നീ നടുക്കടലിൽ ചാടാൻ പോവുകയാണ്, നീ തന്നെ സ്വയം ചാടി നീന്തി രക്ഷപ്പെടുക, എന്താ വേണം ചെയ്തോ, പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. എന്നിട്ട് ഞാൻ സ്കൂൾ ഓഫ് ആർട്സിൽ ചേരുന്നു. സ്കൂൾ ഓഫ് ആർട്സിൽ ചേർന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് കടലിൽ നിന്ന് നടുക്കടലിലേക്കല്ല, നടുക്കടലിൻ്റെ അഗാധമായ ഗർത്തങ്ങളിലേക്കാണ് ഞാൻ എടുത്ത് ചാടിയെന്നാണ്. ഇനി ഭയങ്കരമായ ദുഃഖം. കാരണം മറ്റു കുട്ടികളെല്ലാം മനോഹരമായിട്ട് വരയ്ക്കും, എനിക്ക് വരയ്ക്കാൻ കഴിയുന്നില്ല. മറ്റുള്ള കുട്ടികളെല്ലാം എന്നെ ഒരുതരം എന്താ പറയുന്നത്, ആക്ഷേപിക്കുന്ന രീതിയിലും ഉള്ള ഇത്. അങ്ങനെ വല്ലാത്ത ഒരു അസ്വസ്ഥമായി 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു പരീക്ഷ നടത്തി. ആ പരീക്ഷയിൽ സബ്ജക്റ്റ് ഇതാണ്: ഒരു ഒരാൾ സൈക്കിളിൽ വരുമ്പോൾ ഒരു പൂച്ച കുറുകെ ചാടി. എനിക്ക് ഇത് 3 വരയ്ക്കാൻ അറിയത്തില്ല. സൈക്കിൾ വരയ്ക്കാൻ അറിയത്തില്ല, പൂച്ചയും വരയ്ക്കാൻ അറിയത്തില്ല, ആളെയും വരയ്ക്കാൻ അറിയത്തില്ല. ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി മനസ്സിൽ. അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിലൊരു ഇരുട്ട് കയറുന്ന പോലെ വളരെ സങ്കടപ്പെട്ട് ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കൊടുത്തു. അപ്പോൾ എൻ്റെ പ്രധാന അധ്യാപകൻ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കുന്നു. ഭയങ്കര അതിരൂക്ഷമായ ശബ്ദത്തിലാണ്, വളരെ ശബ്ദം ഉയർത്തി, ആരാണ് ദത്തൻ? ഞാൻ വളരെ എന്താ പറയുന്നത്, ഞാനൊരു ശവം പോലെയാണ് നടക്കാൻ പോലും വയ്യ. കാരണം അത്ര വലിയ എൻ്റെ ശരീരത്തിലുള്ള സർവ്വ ഊർജ്ജവും പോയി. നാക്കിൽ വെള്ളം ഒഴുകി പറ്റി. ഉടനെ ഞാൻ പതുക്കെ നടന്ന് അദ്ദേഹത്തിൻ്റെ അടുക്കെത്തി, വേള നീ താനാണോ ദത്തൻ എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ നാക്കിൽ വെള്ളം മുഴുവൻ പറ്റി. അപ്പോഴാണ് അയാൾ പറയുന്നത്, നീ നാളെ മുതൽ നിന്നെ ഈ കോമ്പൗണ്ടിനകത്ത് കടന്നു പോകും, നിന്നെപ്പോലെയുള്ളവർ കയറി ഇറങ്ങി നിനക്കാനുള്ള സ്ഥലമല്ല, യൂസ്ലെസ്, പൊയ്ക്കോ എൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് എന്നെ ആട്ടിപ്പായിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ഒരു തീക്കുണ്ടിലെടുത്ത് എറിയുന്ന പോലെയുള്ള പ്രതീതിയാണ്. അങ്ങനെ ഞാൻ വന്നിരുന്നു. വളരെ വേദന തോന്നി, കരയുന്നത് പോലെ. അവിടെ ഇരുന്ന് കരയുന്നത് ശരിയല്ലല്ലോ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ വളരെ വിഷമിച്ചാണ് ഞാൻ അന്ന് വീട്ടിൽ പോകുന്നത്. വീട്ടിൽ പോയി രാത്രി ഇങ്ങനെ ആലോചിച്ച് കിടന്നു, ഉറക്കം വരുന്നില്ല. ഒരു വെളുപ്പാങ്കാലം ഒരു 3-3:30 മണിയാകുമ്പോൾ അല്പം ഒന്ന് മയങ്ങിക്കഴിഞ്ഞപ്പോൾ ആരോ എൻ്റെ ചെവിക്കകത്ത് വന്ന് പറയുക, വരയ്ക്കുക വരയ്ക്കുക വരയ്ക്കുക. അപ്പോൾ 2-3 പ്രാവശ്യമായപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റിട്ട് ഞാൻ വിചാരിച്ചു, എന്താ ഇതിങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഞാൻ വരയ്ക്കാത്തതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നത്, അല്ലെങ്കിൽ ഞാൻ അവഹേളിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ വരച്ചു കൊണ്ടേയിരിക്കുന്നു.
എൻ്റെ പേര് BD ദത്തൻ. എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പുസ്തകം വരജീവിതം. ഒരു മിനിറ്റ് മാസം എടുത്തായിട്ട് അതിനകത്ത് ഗ്രൂപ്പ് വായിച്ച് അതുപോലെ ഈ ബുക്ക് എഴുതാൻ എത്ര സമയം? അല്ലല്ല, ഈ ബുക്ക് വളരെ വേഗത്തിൽ, കാരണം എഴുതിയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൂടെ ചേർത്ത്, പിന്നെ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഞാൻ വരച്ചതാണ് ഈ പോർട്രേറ്റ്. ഓരോ പെയിന്റിങ്ങിനും ഒരു വിശുദ്ധ ചെയ്തവരുടെ പോർട്രേറ്റുകൾ, അവസ്ഥ, മുഖങ്ങൾ, കലിചിത്രങ്ങൾ അതിലൂടെ ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനം ആരംഭിക്കാം. പ്രകാശനം നിർവഹിക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ KV മോഹൻകുമാർ പുസ്തകം ഏറ്റുവാങ്ങുന്ന ഹിന്ദി ഇവിടെ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പുറത്തിറക്കുന്ന ഏറ്റവും പുതിയ പുസ്തകമാണ്. സൃഷ്ടിക്കാനുള്ള എൻ്റെ ശ്രമം തുടരുകയാണ്. നാം ഒരു ധീരനൂതന ലോകത്തിൽ പ്രവേശിക്കാൻ ഭാവിക്കുകയാണ്. ഞാൻ ദുരിതവും വൃത്തികേടും സൗന്ദര്യവും കണ്ടു. ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്. പുതിയ പുസ്തകം ദത്തന്റെ വരജീവിതം പ്രകാശനം ചെയ്തിരിക്കുന്നു. ഒരു നല്ല കൈയ്യടി നൽകി നമുക്ക് വാലർ അവാർഡ് ജേതാവും പ്രമുഖ എഴുത്തുകാരനുമായ ശ്രീ KV മോഹൻകുമാറിന്റെ സാക്ഷാത്കാരം പോലെ ശ്രീ പീഡിതൻ സ്വന്തം പരിചയം ആ ഒരു ദുസ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്ന ഒരു കാലമാണ്. സ്നേഹരാഹിത്യത്തെ തുറന്നു കാണിക്കുന്ന ഒരു കൃതിയാണ് ചങ്ങമ്പുഴയുടെ വാഴപ്പുഴ. ചങ്ങമ്പുഴ വാഴപ്പുഴ എന്ന കൃതി തുടങ്ങുന്നത് തന്നെ മലയപ്പുഴ മനോഹരമായ പ്രൊഡക്ഷനാണ്. തീർച്ചയായിട്ടും വേദത്തിലേക്ക് ഇനിയും നല്ല പുസ്തകങ്ങൾ, ഒരുപാട് നല്ല പുസ്തകങ്ങൾ മലയാളത്തിലെ വായന സമൂഹത്തിലെ സമ്മാനിക്കുന്ന എല്ലാവിധ ഭാവുകങ്ങളും. ബഹുമാന്യ എഴുത്തുകാരി ശ്രീമതി റോസ്മേരി, ഈ ചടങ്ങിൻ്റെ എല്ലാമായ ദത്തൻ സാർ, ഈ പ്രദർശനി പബ്ലിക്കേഷൻ്റെ ബെന്നി, ഇവിടെ സംഗീതരായിട്ടുള്ള ബഹുമാന്യരെ, ഞാൻ ഈ ചടങ്ങിനെത്താൻ 5-6 മിനിറ്റ് വൈകി, അതിൽ ക്ഷമ ചോദിക്കുന്നു. ദത്തൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ ഈ പുസ്തകത്തിൽ ഇത്ര മനോഹരമായ പബ്ലിക്കേഷൻ ഇതിലൂടെ ശ്രീ പഴകുളം മധു MT അദ്ദേഹത്തിന്റെ കലിയെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ വായിക്കുന്നത് അതിനെ അടക്കി നിർത്താൻ, ഉള്ളിൽ അടക്കി നിർത്താൻ മനുഷ്യന് കഴിയുന്നുണ്ട്. പോലെ ഒരു ഊർജം അവന്റെ ഉള്ളിലുണ്ട് എന്നൊരു സങ്കല്പം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലുള്ള സൃഷ്ടികള് ഒരു സാധാരണക്കാരായ മനുഷ്യൻ എന്നെ ആളുകളെ പുറത്തെടുക്കാൻ ധൈര്യപ്പെടുന്നില്ല. ആദ്യമേ തന്നെ ഇത്രയ്ക്ക് എൻലൈറ്റനിങ് ഒരു പ്രസംഗം തന്നെ ഞാൻ സാറിന് നന്ദി പറയട്ടെ. അതിലോട്ട് നോക്കുന്നുണ്ട്. അവിടെ നമ്മുടെ പ്രശസ്ത ചിത്രകാരന്മാർ കരുണാകരൻ്റെയും ദത്തൻ സാറിൻ്റെയും എൻ്റെ വരജീവിതം 16-ാമത്തെ വയസ്സിലാണ് ഞാൻ ചിത്രം വരയ്ക്കാൻ ആരംഭിക്കുന്നത്.
ഇതുവരെ യാതൊന്നും ഞാൻ കണ്ടിട്ടില്ല. 16-ാമത്തെ വയസ്സിലാണ് എനിക്ക് ഇതിങ്ങനെ ഉൾവിട്ടൊക്കെ ഇരുന്നത്. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഒരു നടുക്കടലിൽ നിന്ന് എടുത്ത് ചാടുന്നത് പോലെയാണ്, നിനക്ക് നീന്താനും അറിയത്തില്ല, നീന്തി ചത്ത ശവം പോലെയായി, ഒരു വികാരമില്ലാത്ത ഒരു മനുഷ്യ ശരീരം. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കുത്തി വരച്ചു കൊടുക്കുന്നു. അപ്പോൾ എനിക്കറിയാം ഞാൻ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അന്ന് CK എന്ന് പറയുന്ന പ്രധാന അധ്യാപകൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞു അദ്ദേഹം വളരെ നിശബ്ദനായിട്ടാണ് പതുക്കെയാണ് സംസാരിക്കുന്നത്. അന്ന് അദ്ദേഹം ഉച്ചത്തിൽ ആ പേപ്പർ പൊക്കി പിടിച്ചുകൊണ്ട്, ആരാണ് ദത്തൻ? പൃഥ്വിരാജിനെ ഞാൻ കൊണ്ട് കായംകുളത്ത് പോയിട്ടുണ്ട്, തോപ്പിൽ പാർക്ക്. എല്ലാ ഞായറാഴ്ചയും അവിടെ ചെല്ലണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നെ ഈ കാര്യത്തിൽ 50 വർഷമായി കൂടുതലായി നമ്മൾ ഒന്നിച്ച് ചേർന്നിട്ട് ഒരുപാട് എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ എന്നോടൊപ്പം എന്നെ ഒരിക്കലും അല്ലെങ്കിൽ എന്നോട് ചിലപ്പോഴെങ്കിലും ചോദിച്ചിരുന്നു എങ്കിൽ എന്തിനാ വെറുതെ ഇത്ര കാശ് പെയിൻ്റൊക്കെ തിരിച്ചു ഉള്ള കാശ് മുഴുവൻ കുറിച്ച് കഴിയല്ലേ ഞാൻ പറയുന്നത്. മനസ്സിലാക്കി ഇത് കിട്ടിയ അപ്പോഴാണ് അവസാനമായിട്ട് ഞാൻ ആ പോർട്രേറ്റ് വരച്ചത്. ആ പോർട്രേറ്റ് ഞാൻ ഒന്നുകൂടി ശരിയാക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അതുപോലെ തന്നെ മീര